എല്ലാവർക്കും നമസ്കാരം. പ്രോവേർബ്സ് സദൃശ്യവാക്യങ്ങൾ 19:21 ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന അതൊരു വാണിംഗ് പോലെയാണ് ആ ഒരു വചനം പറയുന്നത്. എന്ന് വെച്ചാൽ പല വിചാരങ്ങൾ മനുഷ്യനുണ്ട്, മനുഷ്യൻ പലതും പ്ലാൻ ചെയ്യും, പക്ഷേ ഫൈനൽ ഡിസിഷൻ ആരുടേതാണ്? അത് യഹോവയാം ദൈവത്തിൻ്റേതാണ് എന്നുള്ളൊരു വാണിങ് നമ്മളോട് എല്ലാവരോടും പറയുന്നതായിട്ടാണ് എനിക്ക് ആ വചനത്തിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്, അല്ലേ? കാരണം എന്താണ്? നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പല പല തീരുമാനങ്ങൾ എടുക്കും, അല്ലേ? നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ നാളെയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഭാവിയെക്കുറിച്ച്, നമ്മളുടെ പേരൻസിനെ കുറിച്ച്, അങ്ങനെ പല വിധത്തിൽ നമ്മൾ പല 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 തീരുമാനങ്ങളോടെ ആയിരിക്കും നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതായത് ഫ്യൂച്ചർ പ്ലാനിങ്സ് നമ്മൾക്ക് ഒരുപാടുണ്ടാകും. എന്നാൽ അവിടെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ഇതിൻ്റെ എല്ലാം ഫൈനൽ ഡിസിഷൻ ആരുടേതാണ്? യഹോവയാം ദൈവത്തിൻ്റേതാണ്. ഇനി നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലും ശരി, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിലും ശരി, ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആളാരാണ്? ദൈവമാണ് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓർക്കുക, നമ്മളുടെ ഓരോ തീരുമാനങ്ങളും നമ്മൾ എങ്ങോട്ട് ഏൽപ്പിക്കണം? ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാനായിട്ട്. ഇല്ല എങ്കിൽ പലപ്പോഴും ചിലതും നമ്മൾക്ക് എന്താണ്, പരാജയപ്പെട്ടു പോകുവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ നമ്മൾക്കറിയാം, തലമുറകളെക്കുറിച്ച് പേരൻസ് വല്ലാതെ ഭാരപ്പെടുന്ന സിറ്റുവേഷനാണ്. ഇനി എന്ത് പഠിപ്പിക്കും, എങ്ങോട്ട് അവരെ വിടും, ഏത് രാജ്യത്ത് അവർ പോയി പഠിക്കണം, ഏത് കോഴ്സ് അവർ തിരഞ്ഞെടുക്കണം, ഇതൊക്കെയുള്ള പല 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 ചിന്തകളുമായിട്ടാണ് പേരൻസ് ഇന്ന് ഇരിക്കുന്നത്. ഇനി പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരും കൺഫ്യൂസ്ഡ് ആണ്. ഏത് തിരഞ്ഞെടുക്കണം, ഏത് ഗ്രൂപ്പ് എടുക്കണം, എങ്ങോട്ട് പോകണം, ഏത് സ്കൂൾ എടുക്കണം, ഏത് കോളേജ് എടുക്കണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ള വലിയ ചിന്താഭാരത്തോടെയാണ് ആരിയ്ക്കുന്നത്? സ്റ്റുഡൻസും പിള്ളേരായിട്ടുള്ളവരും ഒക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്താണ്, നമ്മളത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ദൈവമാണ് നമ്മൾക്ക് ജ്ഞാനം തരുന്നത്, ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്നത്, ദൈവമാണ് നമ്മളുടെ ആയുസ് തീരുമാനിക്കുന്നത്, ദൈവമാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളായിട്ട് ഡിസിഷനുകൾ എടുക്കുവാൻ നിൽക്കാതെ നമ്മളത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ, അങ്ങയുടെ പ്ലാനും പദ്ധതിയും, അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തി തന്ന് ആ പാതയിലൂടെ എന്നെ ഒന്ന് നടത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആ നിമിഷം മുതൽ ദൈവപ്രവൃത്തി നമ്മൾക്ക് വേണ്ടി ആരംഭിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ദൈവത്തെ പലരും ഇങ്ങനെ പുറകോട്ട് മാറ്റി നിർത്താറാണ്. അവസാനം എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മൾക്ക് വാണിംഗ് തരികയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ ദൈവമേ ദൈവമേ എന്ന് വിളിക്കേണ്ടത്. നമ്മൾ എപ്പോഴേ വിളിക്കണം? സംഭവിക്കുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തെ വിളിക്കുക. അപ്പോൾ എന്താണ്? ദോഷമായതൊന്നും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം നമ്മളെ വഴി നടത്തുന്ന നമ്മളുടെ ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഓർക്കുക, നമ്മൾ നമ്മളുടെ ജീവിതത്തിലല്ലേ ഓരോ ഡിസിഷനുകൾ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് എടുക്കുകയാണ്. നമ്മളുടെ പേരൻസിനോട് ആലോചിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ചില ഡിസിഷനുകളൊക്കെ അങ്ങ് എടുക്കുവാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പേരൻസ് മക്കളോട് ആലോചിക്കാതെ ചില ഡിസിഷൻസുകളൊക്കെ സ്വന്തമായിട്ട് അങ്ങ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. കാരണം പേരൻസ് മക്കളെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കും. അത് മക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അത്രമാത്രം ഉണ്ടോ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ബുദ്ധി അവർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയത്തില്ല? പേരൻസിന് അറിയത്തില്ല. അതുപോലെ നമ്മുടെ എന്താ പറയുക, മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളും ഡിസിഷനുകൾ എടുക്കുമ്പോൾ അത് പേരൻസിനോട് ആലോചിക്കണം. കാരണം അവർക്കേ അറിയത്തുള്ളൂ അവരുടെ സാഹചര്യമല്ലേ. നമ്മൾ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാനൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങ് വല്ലാതെ അങ്ങ് വ്യഗ്രത കാണിക്കും. അപ്പോൾ ഓർക്കുക, എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ എന്തുണ്ട്, അവർക്ക് എന്തുമാത്രം എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചർ ഡിം ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് നമ്മൾ അറിയിക്കുക. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ദൈവം തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ, എനിക്ക് ഇന്ന പോലെ ഒരു ആഗ്രഹമുണ്ട് കർത്താവേ, എനിക്ക് ഇന്നതാകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ജോലി തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഫ്യൂച്ചർ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വണ്ടി വാങ്ങണമെന്ന്
ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് സ്ഥലം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ എന്ന് നമ്മൾ ദൈവത്തോട് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ കറക്റ്റ് പ്ലാൻ നമ്മളെ അറിയിക്കും. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ കുടുങ്ങിപ്പോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. കാരണം ചില രാജ്യങ്ങൾ പഠിക്കാൻ പോകാനോ ജോലിക്കായിട്ടോ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ ചില രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ രാജ്യത്തെ എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതെന്നും നമ്മൾക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒറ്റ എക്സാമ്പിൾ പറയുമ്പോൾ യുക്രൈൻ അല്ലേ, ഒരുപാട് കുട്ടികളെ തിരഞ്ഞെടുത്ത് അവിടെ മെഡിസിൻ പഠിക്കാനും അതല്ലാതെയുള്ള കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് പലരും ആ ഒരു രാജ്യം തിരഞ്ഞെടുത്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും മടങ്ങി വരേണ്ടി വന്നതോ എന്തുമാത്രം വേദനയും വിഷമവും അനുഭവിച്ചു അല്ലേ, ജീവനോടെ മടങ്ങി വരുമോ എന്ന് വരെ ഭാരപ്പെട്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതേസമയം ദൈവത്തോട് ചോദിച്ചിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ അകപ്പെടത്തില്ല. ഓക്കെ, അതിനകത്ത് പെട്ടവരെ ദൈവം നല്ല സൂക്ഷ്മതയോടെ തിരിച്ചു കൊണ്ടുവന്നു. അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്, അത് നമ്മളുടെ മിടുക്കല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ദൈവത്തോട് ചോദിക്കുക. വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ജോലിക്കാകട്ടെ പഠനത്തിനായിട്ട് ആകട്ടെ എന്തിനു നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുക. കാരണം ആ രാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു മാനസാന്തരത്തിനുള്ള വഴി ഒരുക്കുന്ന എന്തോ എന്ന് ചിലപ്പോൾ ദൈവം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് തീരുമാനം ചോദിച്ചിട്ട് മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോകുവാനായിട്ട് നമ്മൾ എന്താ പറയുക ശ്രമിക്കുക. അല്ലാതെ വേറെ അടുത്ത വീട്ടിലെ തോമാച്ചായൻ്റെ മകൾ അങ്ങോട്ട് പോയി അതുകൊണ്ട്, അല്ലെങ്കിൽ തോമാച്ചായൻ്റെ മകൻ അങ്ങോട്ട് പോയി അതുകൊണ്ട് എനിക്കും പോകണമെന്ന് നമ്മൾ തീരുമാനം എടുക്കാതിരിക്കുക, മറ്റുള്ളവരെ നോക്കാതിരിക്കുക. കാരണം നമ്മളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ദൈവത്തിൻ്റെ കരത്തിൽ എന്താണെന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഒപ്പം എന്താണ് നമ്മളുടെ ബുദ്ധിയുടെ ലെവല്, അതും ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇനി നമ്മൾക്ക് ബുദ്ധി കുറവാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലേ, എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മൾക്ക് എല്ലാം തരും. പക്ഷേ നമ്മളുടെ ഡിസിഷനുകൾ, അത് ഏത് ഡിസിഷൻ ആകട്ടെ, നമ്മളൊരു ഫ്യൂച്ചർ തിരഞ്ഞെടുക്കുന്നതാണോ പഠനമാണോ ഏതുമാകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കും. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചില സ്ഥലങ്ങളിൽ പോയിട്ട് സ്ഥലങ്ങൾ മേടിക്കും. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്കവിടെ താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. ചിലപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തർക്കമുള്ള സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനെന്താണ് നല്ല ആധാരം കറക്റ്റായിട്ടുള്ളതായിരിക്കത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ട് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്നും നമ്മൾ അറിയുന്നത്. ഓർക്കുക, നമ്മളുടെ ദൈവം ആരാണ്? നല്ല ദൈവമാണല്ലേ. അവിടുന്ന് ദൈവം മാത്രമല്ല, നമ്മളുടെ പിതാവും കൂടെയാണ്. നമ്മളെ ഒരിക്കലും കുഴിയിൽ ചാടിക്കുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ഡിസിഷനുകളും നമ്മൾ എടുക്കുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രം എടുക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കും, എന്തെല്ലാം തീരുമാനങ്ങൾ സ്വയമായിട്ട് എടുത്തിട്ട് നമ്മൾക്ക് തെറ്റുപറ്റിയല്ലേ. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുണയുള്ളത് കൊണ്ട് മാത്രം നിലം പരിചാകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി എത്ര പേര് നമ്മളുടെ ശത്രുക്കളായിട്ടുള്ളവർ, അല്ലാതെയുള്ള ചുറ്റുവട്ടത്തുള്ളവർ, എത്രയോ പേര് നമ്മളുടെ തകർച്ച കാണുവാനായിട്ടിരുന്നു. നമ്മൾ തകർന്നു പോയോ? ഇല്ല. എന്തുകൊണ്ടാണ്? ദൈവം നമ്മളെ താങ്ങി നിർത്തിയത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഓർക്കുക, നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് എത്രത്തോളം പോകുമെന്നുള്ളതും നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. അത് ഏത് വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ കരത്തിലേക്ക് അങ്ങ് ഏൽപ്പിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എനിക്ക് നീതി കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നീതി എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് അതിൻ്റെ നീതി ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ആ ഒരു തീരുമാനം, ദൈവം അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും. എന്താണ് ദൈവത്തിൻ്റെ തീരുമാനം? അത് വേറെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് നമ്മളുടെ പരാജയ ഭീതി ഇരിക്കുവാണെങ്കിൽ, പെട്ടു പോകുമെന്നുള്ള ഭീതിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരൊറ്റ സെക്കൻഡ് മതി ദൈവത്തിന് സകലത്തെ മാറ്റുവാൻ, മനുഷ്യൻ്റെ ചിന്താമണ്ഡലങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. പിന്നെ എന്താണ്, വലിയ വലിയ ഓഫീസേഴ്സായിട്ടിരിക്കുന്നവർ, വലിയ എന്താ പറയുക റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഒരു മൈൻഡിനെ മാറ്റുവാനായിട്ട്, ഇന്നുള്ള നിയമങ്ങളെ മാറ്റി എഴുതുവാനായിട്ട്, ലോകത്തിൻ്റെ നിയമങ്ങളെ പൊളിച്ചെഴുതുവാനായിട്ട് ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ എവിടെ ഇരിക്കുന്നു? ദൈവം എന്താണ്? ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ഓർക്കുക, ഇന്ന് കുപ്പത്തൊട്ടിയിലാണെങ്കിൽ നാളെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാകും. അത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും ഹയർ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വലിച്ച് താഴെ ഇടാനും മതി. താഴെ ഇടുന്നത്
വരുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ അഹങ്കരിച്ച് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് നമ്മൾ മാറിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചല്ലാതെ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ, നമ്മൾ ചില പ്ലാനുകളും പദ്ധതികളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ദൈവം വലിച്ച് താഴെ ഇട്ടെന്ന് വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ദൈവത്തോട് മാത്രം ആലോചിച്ച് തീരുമാനമെടുക്കുക. കാരണം ഇന്ന് നമ്മൾ നല്ലതായിട്ട് തോന്നുന്ന ഒരു വ്യക്തി അവരുടെ ഉള്ളിൽ ചിലപ്പോൾ നല്ലതാകണമെന്നില്ല. അതുകൊണ്ട് ഡിസിഷനുകൾ എപ്പോഴും നമ്മൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ചിലരൊക്കെ നമ്മൾക്ക് അനുകൂലമാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കും. എന്നാൽ നമ്മൾക്ക് പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് അവരൊന്നും നമ്മൾക്ക് അനുകൂലമല്ല, അവരൊക്കെ നമ്മൾക്ക് പ്രതികൂലമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും ഓരോ ഡിസിഷനുകൾ എടുക്കുമ്പോഴും ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിലുണ്ടല്ലോ, ആര് കൂട്ടത്തിലില്ലെങ്കിലും ഒരു വിഷയവുമില്ല. കാരണം ഈ ലോകം മുഴുവൻ നമ്മൾക്ക് അനുകൂലമായി നിന്നാലും ദൈവം നമ്മൾക്ക് പ്രതികൂലമാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ ഈ ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെ ദൈവം ജയാളികളായിട്ട് വഴി നടത്തുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഇത് ഞാൻ ചുമ്മാ അവർ ഇവരും പറയുന്നത് കേട്ടിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ദൈവത്തെ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ കൈവിടത്തില്ല കേട്ടോ. വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല നമ്മളുടെ ദൈവം. പക്ഷേ നമ്മൾ ആ ദൈവത്തെ നമ്മളുടെ നന്മയുടെ സമയത്തും നമ്മളുടെ തിന്മയെന്ന് ഞാൻ പറഞ്ഞത് നമ്മളുടെ താഴ്ചയുടെ സമയത്തും ഉയർച്ചയുടെ സമയത്തും ഏത് സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്നിരുന്നോണം. ദൈവത്തിൻ്റെ കരത്തെ മുറുകെ പിടിച്ചോണം. എല്ലാം തന്നത് ദൈവമാണ്. ഫൈനലി നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ആരാണ്? നമ്മളെ സൃഷ്ടിച്ച ക്രിയേറ്ററായ ദൈവമാണ്. ആ ദൈവമാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇല്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ എല്ലാ തീരുമാനങ്ങളും ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കുവാനായിട്ട് ഒരു തീരുമാനം നമ്മൾക്ക് എടുക്കാം. അങ്ങനെ ഒരു തീരുമാനം നമ്മളൊന്ന് എടുത്തു നോക്കിക്കും. നമ്മളുടെ ലൈഫിൻ്റെ ഡെസ്റ്റിനി ദൈവം മാറ്റുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും നമ്മളൊന്നുമല്ല, നമ്മൾ ആരുമല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവം നമ്മളെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ നമ്മൾക്ക് താണിരിക്കാം. അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ കരത്തിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.